വാർത്തകൾ തുടരുന്നു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ജൂബിലി ആഘോഷങ്ങളുടെ പ്രചരണാർത്ഥം വിളംബര ജാഥ സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച ജാഥ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രൗഢിയും ചരിത്രവും സമന്വയിപ്പിച്ച വാദ്യമേളങ്ങളുടെയും ദൃശ്യാവിഷ്കാരങ്ങളുടെയും അകമ്പടിയോടെ നടത്തിയ റാലി ശ്രദ്ധേയമായി. വർണ്ണാഭമായ ബാനറുകളും പ്ലക്കാർഡുകളും വേഷവിധാനങ്ങളുമായി വിദ്യാർത്ഥികളും അധ്യാപകരും സ്റ്റാഫ് അംഗങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും ആവേശത്തോടെ റാലിയിൽ അണിനിരന്നു. ജൂബിലി കാഹളം മുഴക്കി ടൗൺ ചുറ്റി ചാലക്കുടിയുടെ നഗരവീഥികളെ ഉണർത്തി കടന്നുപോയ ജാഥയിൽ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ, ജനപ്രതിനിധികൾ, ഗൈഡ്സ്, വിദ്യാർത്ഥിനികൾ, PTA, MPTA അംഗങ്ങൾ എന്നിവർ പങ്കാളികളായി. മേളത്തിന്റെ ചടുലമായ താളങ്ങളും ജനക്കൂട്ടത്തിന്റെ ആവേശകരമായ ആർപ്പുവിളികളും റാലിക്ക് മാറ്റുകൂട്ടി. ഭൂതകാലത്തിന്റെ ആഘോഷം മാത്രമല്ല, വിദ്യാർത്ഥികളുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സ്കൂളിനുള്ള സ്ഥാനം വീണ്ടും ഉറപ്പിക്കുന്നതായിരുന്നു വിളംബര ജാഥ. PTA പ്രസിഡന്റ് ലിജോ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക സിസ്റ്റർ ജോസ്ലിൻ, ശതാബ്ദി ജൂബിലി കമ്മിറ്റി ജനറൽ കൺവീനർ സ്റ്റാറി പോൾ, മുനിസിപ്പൽ കൗൺസിലർ നിത പോൾ, റെയ്സൻ ആലുക്ക, സ്കൂൾ ലീഡർ കുമാരി ശ്രീലക്ഷ്മി മേനോൻ എന്നിവർ പ്രസംഗിച്ചു. ജനുവരി 9 വ്യാഴം ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന SH വിദ്യാലയത്തിന്റെ മധുര സ്മരണകളെ ഉണർത്താൻ ഇന്നും വിദ്യാലയത്തെ നെഞ്ചോട് ചേർത്ത് ഏറെ ആനന്ദത്തോടെ കടന്നുവരുന്ന പൂർവ്വ വിദ്യാർത്ഥിനികളുടെ സ്നേഹസംഗമം. വിദ്യാലയത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പ്രഥമ ഹെഡ്മിസ്ട്രസ് റവറൻഡ് സിസ്റ്റർ ആൽബർട്ടയായിരുന്നു. അക്ഷരപ്പകർച്ചയുടെ വഴിയിലൂടെ കടന്നുപോയ 10,000ങ്ങളുടെ ജീവിത വിജയത്തിന്റെ കഥ അവിടെ മുതൽ ആരംഭിക്കുകയായിരുന്നു. താൽക്കാലിക സൗകര്യങ്ങളോടെ സനമ്പുകൊണ്ട് മറച്ച ഷെഡിൽ പ്രവർത്തനം ആരംഭിച്ച വിദ്യാലയം ബഹുമാനപ്പെട്ട ജോസഫ് ഹൃദയം കൊണ്ടതാണ് ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ. ഒരു ദേശത്തിന്റെ, അവിടെ ജീവിച്ചിരുന്നവരുടെ സ്ഥാപനത്തിന്റെ കഥ കൂടിയാണത്. ചാലക്കുടിയിലെ പ്രകൃതി രമണീയമായ പട്ടണമായിരുന്ന പുത്തുപ്പറമ്പ് ഒരു നൂറ്റാണ്ട് മുൻപ് നാടിന്റെ വിദ്യാഭ്യാസ വികസനത്തിന് വിത്തുപാകി കർമ്മനിരതരായവരുടെ അധ്വാന ഫലത്താൽ ശാഖോപശാഖകളായി പടർന്നു പന്തലിച്ച് വടവൃക്ഷമായി ഇന്ന് ശതാബ്ദിയോളം എത്തി നിൽക്കുന്നു. അതെ, ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് വിദ്യാലയം ഹരിതാഭമായ പ്രൗഢിയോടെ അതിന്റെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നു. പൗരാണികതകൾ ഉറങ്ങുന്ന ചാലക്കുടിയുടെ മണ്ണിൽ പശ്ചിമഘട്ടത്തിന്റെ നീരൊഴുക്കുകളാൽ ആർദ്രമാകുന്ന ഈ സാംസ്കാരിക ഭൂമികയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന തിരുഹൃദയ വിദ്യാലയത്തിന്റെ ഇന്നലകളിലേക്ക് 1924 മലയാള വർഷം 99 മഹാപ്രളയത്തെ ഓർമ്മപ്പെടുത്തുന്ന വർഷം. ചാലക്കുടി പള്ളി വികാരി ബഹുമാനപ്പെട്ട ജോസഫ് ഇരുമ്പനച്ചന്റെ സ്വപ്നത്തിൽ ഉദയം കൊണ്ടതാണ് ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ. ഭാരത സ്വാതന്ത്ര്യത്തിന് മുൻപ് തിരുക്കൊച്ചിയുടെ ഭാഗമായിരുന്ന ചാലക്കുടിയുടെ ഹൃദയഭാഗത്ത് 1925 ഏപ്രിൽ 24 SH വിദ്യാലയത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. 1925 മെയ് 18 അന്നത്തെ കൊച്ചി മഹാരാജാവ് മഹാമഹിമ ശ്രീ രാമവർമ്മ തമ്പുരാൻ വിദ്യാലയത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പ്രഥമ ഹെഡ്മിസ്ട്രസ് റവറൻഡ് സിസ്റ്റർ ആൽബർട്ടയായിരുന്നു. അക്ഷരപ്പകർച്ച സമൂഹത്തിന്റെ അത്യുന്നത ശ്രേണികളിൽ മുദ്ര പതിപ്പിച്ച് നിരവധി അഭ്യസ്ത വിദ്യരുടെ ജ്ഞാനപീഠമായി മാറിയ വിജ്ഞാന കേന്ദ്രം. ഒരു തലമുറയ്ക്കൊപ്പം മൺമറഞ്ഞുപോയ നന്മകൾ കണ്ടെടുക്കേണ്ടതും കാത്തു സൂക്ഷിക്കേണ്ടതും ഇന്നിൻ്റെ ഒരു വെല്ലുവിളിയാണ്.
ധന്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ക്ഷണിക്കുകയാണ്. ചാലക്കുടി സേക്രഡ് ഹാർട്ട് ഗവൺമെന്റ് ഹൈസ്കൂൾ ശതാബ്ദി ജൂബിലി സമാപന ഘോഷത്തിൽ ഏവർക്കും കൃത്യമായ സ്വാഗതം. ഇനിയുള്ള നാളുകൾ എസ് വിദ്യാലയത്തിന്റെ മഹത്വം വിളിച്ചോടുന്ന അതിമനോഹരമായ ഉത്സവദിനം. സംസ്ഥാനത്ത് തുടർച്ചയായി മൂന്നാം ദിവസവും സ്വർണ്ണവിലയിൽ മാറ്റമില്ല. 57,720 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 7,215 രൂപ നൽകണം. തുടർച്ചയായ വർധനവിന് ശേഷം പുതുവർഷത്തിൽ ശനിയാഴ്ചയാണ് ആദ്യമായി വിലയിൽ ഇടിവുണ്ടായത്. കഴിഞ്ഞ ദിവസം ഒറ്റയടിക്ക് 640 രൂപ വർദ്ധിച്ച സ്വർണ്ണവില വീണ്ടും 58,000 കടന്നിരുന്നു. തുടർന്ന് ശനിയാഴ്ച 360 രൂപ കുറഞ്ഞ സ്വർണ്ണവില വീണ്ടും 58,000 താഴെ എത്തുകയായിരുന്നു. എന്നാൽ തിങ്കളാഴ്ചയും മാറ്റമില്ലാതെ ശനിയാഴ്ചത്തെ വില തന്നെയാണ് തുടരുന്നത്. ഡോളർ ശക്തി ആർജിക്കുന്നതും US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചതുമാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. ഓഹരി വിപണിയിലെ ചലനങ്ങളും സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ പേർ എത്തുന്നതും വിലയെ സ്വാധീനിക്കുന്നതായും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. 5 പതിറ്റാണ്ട് പിന്നിട്ട ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം വ്യാഴം വെള്ളി ദിവസങ്ങളായി നടത്തുമെന്ന് വിദ്യാലയ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 5:30 വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും യാത്രയയപ്പ് സമ്മേളനവും നടക്കും. തിരുവനന്തപുരം റൂറൽ പോലീസ് മേധാവി KS സുദർശൻ മുഖ്യാതിഥിയാകും. ദേവമാതാ പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് നന്ദിക്കര മുഖ്യപ്രഭാഷണം നടത്തും. മുൻ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ സാജു മാത്യു വടക്കുംപാടൻ, ഇരിയാലക്കുട DO P ഷൈല, ചാലക്കുടി MEO PV നിഷ എന്നിവർ പ്രസംഗിക്കും. വെള്ളിയാഴ്ച നടക്കുന്ന ജൂബിലി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര നിർവഹിക്കും. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. CMI വികാരി ജനറൽ ഫാദർ ജോസി താമരശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തും. ദേവമാതാ പ്രൊവിൻസ് എഡ്യൂക്കേഷൻ കൗൺസിലർ ഫാദർ സന്തോഷ് മുണ്ടൻമാണി അനുഗ്രഹ പ്രഭാഷണം നടത്തും. സ്കൂളുകളുടെ മുൻവശത്ത് പുതുക്കി നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം ബെന്നി ബെഹനാൻ MP നിർവഹിക്കും. ഗോൾഡൻ ജൂബിലി സോവനിയർ സനീഷ് കുമാർ ജോസഫ് MLA പ്രകാശനം ചെയ്യും. കാർമൽ ചരിത്ര പുസ്തകം ദേവമാതാ പ്രൊവിൻസ് വികാർ ഫാദർ ഡേവിസ് കാവുങ്ങലും പ്രകാശനം ചെയ്യും. ഡയാലിസിസ് രോഗികൾക്കുള്ള കിറ്റ് വിതരണവും ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജ് നിർവഹിക്കും. സ്കൂൾ മാനേജർ ഫാദർ അനൂപ് പുതുശ്ശേരി അധ്യക്ഷത വഹിക്കും. പ്രിൻസിപ്പൽ ഫാദർ ജോസ് താണിക്കൽ,
വാർഡ് കൗൺസിലർ ബിന്ദു ശശികുമാർ, കാർമൽ അക്കാദമി പ്രിൻസിപ്പൽ ഫാദർ യേശുദാസ് ചുങ്കത്ത് തുടങ്ങിയവർ പ്രസംഗിക്കും. പ്രശസ്ത പിയാനോ കലാകാരൻ സ്റ്റീഫൻ ദേവസിയും ആട്ടം കലാസമിതിയും സംയുക്തമായി ഒരുക്കുന്ന സംഗീത കലാവിരുന്നും അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ ഫാദർ അനൂപ് പുതുശ്ശേരി, ഫാദർ ജോസ് താണിക്കൽ, PI ലൈജു, അഡ്വക്കേറ്റ് PI മാത്യു, അഡ്വക്കേറ്റ് KS സുഗതൻ, K രശ്മി എന്നിവർ പങ്കെടുത്തു. സ്കൂൾ ആരംഭിക്കുക. ചാലക്കുടിക്കാരുടെ വലിയ സ്വപ്നമായിരുന്നു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങുക എന്നത്. ഈ സ്കൂൾ തുടങ്ങുന്ന പ്രത്യേകത ജനങ്ങളുടെയും കൂടി ആവശ്യമായിരുന്നു ഈ പ്രദേശത്ത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങുന്നത്. ജനങ്ങൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഗബ്രിയേൽസനെ, അന്ന് പ്രൊവിൻഷ്യലായിരുന്ന CMI ദേവമാതാ പ്രൊവിൻഷ്യൽ പ്രൊവിൻഷ്യലായിരുന്ന ഗബ്രിയേൽ സമീപിക്കുകയും അച്ഛൻ്റെയും കൂടി അനുഗ്രഹവും ആശിസോടുകൂടി ജനങ്ങളും കൂടി ചേർന്നുകൊണ്ട് ദേവമാതാ പ്രോവിൻസ് 1975 ഈ സ്കൂൾ ആരംഭിച്ചത്. 75 ആരംഭിച്ച സ്കൂൾ ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ 50 വർഷം ആഘോഷിക്കുകയാണ്. ഇതിൻ്റെ ആഘോഷങ്ങളുടെ ഔദ്യോഗികോദ്ഘാടനം ഓഗസ്റ്റ് 13, 2024 ആരംഭിച്ചു. ബഹുമാനപ്പെട്ട MP ബെന്നി ബെഹനാൻ നിർവഹിച്ചു. തുടർന്ന് ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ നടത്തിയിരുന്നു. അതിലേക്ക് അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. ജനുവരി 9, 10 ദിവസങ്ങളിലാണ് സമാപന ആഘോഷങ്ങൾ. 25ഓളം ഈവൻസാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. അതിൽ 18 ഈവൻസ് വളരെ നല്ല രീതിയിൽ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ജനങ്ങളുടെയും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെയും 2 ദിവസത്തെ പ്രൗഢഗംഭീരമായ പരിപാടിയായിട്ടാണ് ആനുവൽ ഡേ നടത്തുന്നത്. ഒന്ന് സ്കൂളിൻ്റെ ഒരു നോർമൽ ആനുവൽ ഡേ, പക്ഷെ അത് ഒട്ടും നോർമലായിട്ടല്ല, ഒരുപാട് മികച്ച പരിപാടികൾ ആനുവൽ ഡേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം 10-ാം തീയതി ഒരു സമാപന സമ്മേളനം, ഗോൾഡൻ ജൂബിലിയുടെ സമാപന സമ്മേളനം എന്ന രീതിയിലാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ഈ 9-ാം തീയതി യൂദാപുരം ഒരു വർഷക്കാലം നീണ്ടുനിന്ന രജത ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം. സമാപന ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ദീപശിഖ പ്രയാണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ അണിനിരന്നു. മഞ്ഞപ്പുറ പോയിത്തുരുത്ത് കപ്പേളയിൽ നിന്നും വികാരി ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പള്ളി ദീപശിഖ കൊളുത്തി പ്രയാണം ആരംഭിച്ചു. മുത്തുകൂടകളും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ദീപശിഖ പ്രയാണം സെയിന്റ് പാട്രിക് അക്കാദമിക്ക് സമീപം എത്തിച്ചേർന്നു. തുടർന്ന് സഹവികാരി ഫാദർ ലിജോ ജോഷിയുടെ നേതൃത്വത്തിൽ വാഹന അകമ്പടിയോടെ ദീപശിഖ പ്രയാണം പള്ളിയിൽ സമാപിച്ചു. സെയിന്റ് ജൂഡ് ദേവാലയത്തിൽ മുൻ വികാരിമാരുടെ നേതൃത്വത്തിൽ സമൂഹ ബലിയും ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് സംബന്ധിച്ച് കേരളത്തിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്.
ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ തീപ്പൊള്ളൽ ചികിത്സാ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ജൂബിലി ആഘോഷങ്ങളുടെ പ്രചരണാർത്ഥം വിളംബര ജാഥ സംഘടിപ്പിച്ചു. ചാലക്കുടിയിലെ പ്രകൃതി രമണീയമായ പട്ടണമായിരുന്ന പുത്തുപറമ്പ് ഒരു നൂറ്റാണ്ട് മുൻപ് നാടിന്റെ വിദ്യാഭ്യാസ ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.